സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളുടെ സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇതുപോലെ സിങ്ക് ബ്ലോക്ക് ആകുക എന്നുള്ളത്. നമ്മൾ മാത്രം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, കുട്ടികളും എല്ലാവരും ആ വേസ്റ്റൊക്കെ അതിലിട്ട് അങ്ങനെയൊക്കെ നമുക്ക് പല വിധത്തിലുള്ള ബ്ലോക്കുകൾ വരാറുണ്ട്. അത് നമ്മൾ അടുക്കളയിലുള്ള സിമ്പിളായിട്ടുള്ള ഒരു സാധനം കൊണ്ട് പെട്ടെന്ന് ക്ലിയർ ആക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായി വീഡിയോ കാണുക കേട്ടോ. ആദ്യമായിട്ട് ബ്ലോക്ക് വരാതിരിക്കുവാൻ ഇതുപോലെ നിങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴോ ആഴ്ചയിലോ ഇതുപോലെ നേരിയ ചൂടുവെള്ളം, തിളച്ച വെള്ളമല്ല നേരിയ ചൂടുവെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് സ്മെല്ല് വരില്ല, ബ്ലോക്ക് വരില്ല, ആ കുഴലിൽ പിടിച്ചിരിക്കുന്ന അഴുക്കുകളെല്ലാം നമ്മളിത് ചെയ്യുമ്പോൾ പോകും കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ഒരു വലിയ ഗ്ലാസ് ആണെങ്കിൽ ഒരു 1/4 ഗ്ലാസ് ആദ്യം എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെയിറ്റ് ചെയ്യുക. അത് ആ ഒരു പതയൊക്കെ പോയി കഴിയുമ്പോൾ അടുത്ത ഒരു 1/4 ഗ്ലാസ് തന്നെ ഒന്നുകൂടി നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഇത് ചെയ്യേണ്ടത് രാത്രിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഉപയോഗിക്കാതെ പിറ്റേന്ന് നെക്സ്റ്റ് മോർണിംഗാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. അത്രയും നേരം അത് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിറ്റേന്ന് രാവിലെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഓസിൽ പിടിച്ചിരിക്കുന്ന അഴുക്കുകളെല്ലാം പോവുകയും ക്ലീൻ ആകുകയും ബ്ലോക്കൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാൻ നല്ലതാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പറയുന്നതാണല്ലോ, വൈറ്റ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് കേട്ടോ നമ്മൾ കിച്ചൺ ടിപ്സിന്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വാസലിനാണ് കേട്ടോ. വാസലിൻ ഇല്ലാത്ത വീടില്ല, എല്ലാവരുടെ കയ്യിലുണ്ടാവും. അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പേസ്റ്റും വാസലിനും കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. അത് പേസ്റ്റിൽ നല്ലതുപോലെ അത് അലിയിച്ചെടുക്കണം കേട്ടോ. അത് നല്ല മിക്സായാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടുകയുള്ളൂ. അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ നാരങ്ങ, ചീഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല, ഉണങ്ങിയതാണെങ്കിലും കുഴപ്പമില്ല, നീരില്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ഇങ്ങനെ ഉണങ്ങിയൊക്കെ വരുന്ന നാരങ്ങയാണെങ്കിലും എടുത്താൽ മതി കേട്ടോ. നല്ല നാരങ്ങ തന്നെ വേണമെന്നൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഈ ഒരു മിശ്രിതം ഇതിലേക്ക് തേച്ച് കൊടുക്കുക. ഈ നാരങ്ങയിലേക്ക് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ സിങ്കിന് ചുറ്റിനും ഇത് നല്ലതുപോലെ റബ്ബ് ചെയ്യുക കേട്ടോ. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സിങ്ക് പഴയതാകുമ്പം ഒരു ലുക്ക് ഉണ്ടാവില്ലല്ലോ, ഒരു പഴയതിൻ്റെ ഒരു ലുക്ക്, അതൊക്കെ പോയിട്ട് ഒരവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല പുത്തനാക്കാനും, അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും മീനും ഇറച്ചിയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ എത്ര കഴുകിയാലും ആ സിങ്കിൻ്റെ ഒരു ബാഡ് സ്മെല്ല് പോവില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് നമ്മളുടെ പൈപ്പിലൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പുത്തനായിട്ട് ഇരിക്കും കേട്ടോ. ഒരു പുതുമ കിട്ടും, നമ്മളുടെ സിങ്കിനും പൈപ്പിനും ഒക്കെ നമുക്ക് പുതുമ കിട്ടും. പിന്നെ സോപ്പിൻ്റെ വെള്ളം തെറിച്ച പോലത്തെ പാട്, മെഴുക്ക് പിടിച്ചിരിക്കുക, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടും അതുപോലെ തന്നെ പുതുപുത്തനായിട്ട് ഇരിക്കാനും ഈ ഒരു ടിപ്പ് കൊണ്ട് പറ്റും കേട്ടോ. നമ്മളൊരു ഉണങ്ങിയ ടവൽ കൊണ്ട് ഇതുപോലെ തുടച്ചെടുക്കാവുള്ളൂ, വെള്ളം കൊണ്ട് കഴുകരുത്. ഒരു രാത്രിയിൽ നമ്മളിത് ചെയ്ത് ഇട്ട് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മൾ വെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ. അപ്പോഴാണ് കൂടുതൽ നല്ല എഫക്റ്റ്. അപ്പോൾ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടില്ല. ഉണക്ക തുണി കൊണ്ട് തുടച്ചെടുക്കുക കേട്ടോ. വെള്ളം ഒരിക്കലും ഒഴിക്കാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള ടർക്കി കൊണ്ട് വേണം നമ്മളിത് തുടച്ചെടുക്കാൻ. ഇതുപോലെ വ്യത്യാസം കണ്ടില്ലേ? ആ ഒരു സിങ്കും ഞാൻ ചെയ്യാത്ത സിങ്കും ചെയ്ത സിങ്കും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കുക. ഇങ്ങനെ മെഴുക്കൊന്നും പിടിക്കൂല, വെള്ളം ഇങ്ങനെ തെറിച്ച പോലെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നല്ല പുത്തനായിട്ട് സിങ്ക് എപ്പോഴും ഇരിക്കും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമാണ് റോഡ് ക്ലിയർ ആയിട്ട് കാണാണ്ടിരിക്കുക. മഴ പെയ്തതിന് പ്രത്യേകിച്ച് നമുക്ക് ക്ലിയർ ആവില്ല. നമ്മുടെ ഗ്ലാസ്സിന് ഒരു മൂടൽ പോലെയൊക്കെ വരൂലേ? നമ്മൾ കുറച്ച് ദൂരം യാത്രയൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ടൗണിൽ യാത്ര ചെയ്താലും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ ആദ്യം നമ്മളുടെ ഗ്ലാസ് നല്ലതുപോലെ ഒരു ഉണക്കത്തുണി കൊണ്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ പേസ്റ്റ് എടുത്തിട്ട് നല്ലതുപോലെ തേച്ച് കൊടുക്കാം. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി, പക്ഷെ അതെല്ലാം നല്ല രീതിയിൽ ഈവൺ ആയിട്ട്
നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊരു 10-15 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നല്ലതുപോലെ ഡ്രൈ ആകണം. മഴയുള്ള സമയമാണെങ്കിൽ ഇത്തിരി ഡ്രൈ ആകാൻ കുറച്ച് സമയം എടുക്കും. അത് ഡ്രൈ ആകുന്നത് ഇപ്പോൾ ചൂട് സമയമാണെങ്കിൽ 10-15 മിനിറ്റ് മതി കേട്ടോ. നമ്മൾ ആകെ ഇത്ര മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ, കൂടുതലൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. വളരെ കുറച്ച് മതി. ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 15 ദിവസമെങ്കിലും ഇതിൻ്റെ ഒരു എഫക്റ്റ് നിൽക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന മിറർ, നമ്മൾ ബാക്കിലെ വണ്ടിയും അതുപോലെ കാര്യങ്ങൾ നോക്കുന്ന മിററിലും നമുക്ക് കുറച്ച് യാത്ര ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ക്ലിയർ ആവില്ലല്ലോ. അതിലും നമ്മൾ 2 വീലറിൽ നമുക്ക് ഇത് ചെയ്യാം കേട്ടോ. നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് നല്ല വെള്ളം വീണാലും പൊടി വീണാലും ഒന്നും അതിൽ പിടിക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിനുശേഷം നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ ഒരു ഡ്രൈ ആയിട്ടുള്ള നല്ല ഉണക്ക ടർക്കി കൊണ്ടോ അല്ലെങ്കിൽ കോട്ടൺ തുണി കൊണ്ടോ ഇതുപോലെ തുടച്ചെടുക്കുക. ടർക്കിയാണ് ഇത്തിരി കൂടി നല്ലത്, നല്ലപോലെ വരും. കോട്ടൺ തുണിയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ടർക്കിൽ നല്ലതുപോലെ പിടിക്കും. ഉരച്ച ഭാഗത്ത് പിന്നെ ഇട്ട് ഉരക്കരുത്, മറിച്ചും തിരിച്ചും നമ്മൾ ഇതുപോലെ എടുക്കുക. നല്ല ക്ലിയർ ആയിട്ട് തുടച്ചെടുക്കുക കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. നിങ്ങളിത് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ പിടിക്കേയില്ല, ഫുള്ള് ക്ലിയർ ആയിട്ട് ഇങ്ങോട്ട് പോരും. നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കും, നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഉള്ളിൽ. എന്നാൽ ഞാൻ ചെയ്യാത്ത ഭാഗത്ത് നോക്കിക്കേ മങ്ങൽ പോലെയാണ്, ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടില്ല. നമ്മൾ ഉൾഭാഗം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ, ഒരു മങ്ങൽ പോലെ ഉണ്ടാവും. അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ട നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഞാൻ ഇത് ശരിക്കും വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. കണ്ടില്ലേ, അവിടെ ഒരു പൊടി പിടിച്ച അഴുക്ക് പിടിച്ച പോലെ ഇരിക്കും, മറ്റേ സ്ഥലത്ത് നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. മഴക്കാലത്ത് പ്രത്യേകിച്ച് നിങ്ങൾ ഇത് ചെയ്യുക. വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള, ദൂരെ പോകുമ്പോഴും നിങ്ങളിത് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ സിങ്ക് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആളെ വിളിക്കണം, അത് ക്ലീൻ ചെയ്യിക്കലും അതൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മളെ വീട്ടിലുള്ള സിമ്പിൾ സാധനങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ മെഴുക്കൊന്നും ഇതിലേക്ക് ഒഴിക്കാതിരിക്കുക. അതുപോലെ വേസ്റ്റ് മാക്സിമം നമ്മൾ ഡസ്റ്റ്ബിന്നിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അത് കുട്ടികളെ ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് വരികയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, 2 ആഴ്ച കൂടുമ്പോൾ ആഴ്ചയിലും നമ്മൾ സോഡാപ്പൊടിയും വിനാഗിരിയും കൊണ്ട് ആ ഒരു ടിപ്പും ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും അത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ നമ്മളൊരു ബോട്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കളയാൻ വെച്ച ബോട്ടിലായാൽ മതി. നമ്മളുടെ ഓവ് ഏതൊരു ചെറിയ ഓവാണെങ്കിൽ നമ്മൾ മൂടിയുടെ ഭാഗം എടുക്കുക. വലിയ ഓവാണെങ്കിൽ നമ്മൾ താഴെയുള്ള ഭാഗം, കഷ്ണിച്ച ഭാഗം എടുക്കുക കേട്ടോ. നിങ്ങൾ ഓവിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. അതിനുശേഷം നമ്മൾ നല്ല പ്രഷർ ഇങ്ങനെ കൊടുത്ത് ആ താഴോട്ട് അങ്ങോട്ട് ഇറക്കിയിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ അമുക്കി കൊടുക്കുക. ആ ഒരു പ്രഷർ കൊണ്ട് തന്നെ ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന എന്തൊരു സാധനവും പോകുന്നതാണ് കേട്ടോ. വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന നല്ല കിടിലനായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. നമ്മൾ കുട്ടികളെ എത്ര പറഞ്ഞാലും ശ്രദ്ധിക്കാതെ വേസ്റ്റൊക്കെ കൊണ്ടേ ഇടും, ബ്ലോക്ക് ഇതുപോലെ വരും. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. വളരെ എഫക്റ്റീവാണ്. പിന്നെ ജോലിക്ക് നിൽക്കുന്ന ആളുകളും നമ്മളത്രയും ശ്രദ്ധിക്കണം എന്നില്ലല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ബ്ലോക്ക് കൂടുതൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ടിപ്പുകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ